ഹായ് മക്കളെ, നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലും നീറ്റും ജെയും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഒത്തിരി കുട്ടികൾ എന്തായാലും ഒരിക്കലെങ്കിലും നീറ്റും ജെയും സീരിയസ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യണമെന്ന് കരുതുന്ന കുട്ടികളുണ്ട്. ആൻഡ് അതിൽ തന്നെ കുറേ കുട്ടികൾ +1 മുതൽ തന്നെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഈ നന്നായി പഠിക്കുക എന്ന് പറയുന്നത് അവരുടെ മാക്സിമത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ ആവുന്ന അത്രയും നല്ല എഫേർട്ട് അവരെടുത്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു എഫേർട്ടിൻ്റെയൊക്കെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ അടുത്തെത്തിക്കഴിഞ്ഞു അല്ലേ. അതായത് നീറ്റ് ആണെങ്കിൽ ഈ മെയ് 5-നാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. അതേപോലെ തന്നെ ജെയുടെ ഫസ്റ്റ് ഫേസ് ഈ മാസം 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഈ ഒരു സമയത്ത് ഒരു സെൽഫ് റിയലൈസേഷൻ, നമ്മൾ ഇതുവരെ എടുത്ത എഫേർട്ട് റൈറ്റ് ആണോ, കറക്റ്റ് പോലെയാണോ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളിനി മാറാനുള്ള സമയമായിട്ടുണ്ടോ, എന്താണ് നീറ്റിൻ്റെയും ജെയുടെയും യഥാർത്ഥ ടഫ്നെസ് എന്നൊക്കെ അറിയാനുള്ള ഒരു സമയമാണിത്. ആൻഡ് ആ ഒരു അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ അവസരം കേരളത്തിലെ മുഴുവൻ നീറ്റും ജെയും സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു മെഗാ എക്സാമുമായിട്ട് എഡ്യൂപോർട്ട് വരികയാണ്. എന്തായി മെഗാ എക്സാം? ഇത് നല്ല റാങ്ക് വരിക അതിനൊന്നുമല്ല, പാരൻസിനെ കാര്യക്ക് അപ്പുറത്ത് നോക്കിയത് അതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിപ്പോൾ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചെങ്കിലും നിങ്ങൾ ഈ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് അയ്യോ ഒന്നും അറിയില്ലല്ലോ, അല്ല കുറച്ചൊക്കെ അറിയാം, അപ്പം എന്താണ് ആ ഒരു സാധനം നിങ്ങൾക്ക് ഒരു റിയലൈസേഷൻ കിട്ടലാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നാണ് എക്സാം വരുന്നതെന്ന് വെച്ചാൽ ഈ വരുന്ന ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പം നീറ്റിന് വരുന്നത്, നീറ്റിൻ്റെ ടോപ്പിക്ക് വരുന്നത് +1 മുഴുവൻ ടോപ്പിക്കുകളാണ്. നിങ്ങൾക്ക് എക്സാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആവാം. ഈ ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ നിങ്ങൾക്ക് എക്സാം അവൈലബിൾ ആവും. എപ്പം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അതായത് ഞായറാഴ്ച രാത്രി 6:20 വരെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. അതായത് ഞായറാഴ്ച 3 മണിക്ക് അവസാനമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറാം. 9 മണിക്കോ 9:30-കോ 10 മണിക്കോ ശനിയാഴ്ച രാത്രി 6 മണിക്കൊക്കെ നിങ്ങൾക്ക് എഴുതുന്നതിന് കുഴപ്പമില്ല. പ്രോപ്പർ നീറ്റിൻ്റെ പോലെ തന്നെ 200 ചോദ്യങ്ങളും 3 മണിക്കൂറും 20 മിനിറ്റുമാണ് നിങ്ങൾക്ക് അതിൻ്റെ ടൈം ഉള്ളത്. മുഴുവൻ ചോദ്യങ്ങളും നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ചിലത് ടോപ്പിക്ക് +1 ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ +1 കുട്ടിയൊക്കെ എഴുതട്ടോ എന്ന് മാത്രമല്ല, ചില ടോപ്പിക്ക് അറിയാം, ഓർമ്മയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്താണ്, ചിലപ്പോൾ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. ചിലപ്പോൾ കോൺഫിഡൻസ് പോകുന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് കുറച്ചും കൂടെ സീരിയസ് ആക്കാൻ ഈ ഒരു എക്സാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ടൈം മനസ്സിലായല്ലോ. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മുതൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. എക്സാം എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യണം 3 മണിക്കൂറും 20 മിനിറ്റും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെ നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമുണ്ട്. ഇതേപോലെ തന്നെ ജെഇ കുട്ടികളുടെ കേസ് ആണെങ്കിൽ മുഴുവൻ നിങ്ങളുടെ എക്സാം അടുത്തത് കൊണ്ട് തന്നെ മുഴുവൻ ജെഇയുടെ ടോപ്പിക്കുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ തന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 6 മണിക്ക് എക്സാം അവസാനിക്കും. ആൻഡ് നിങ്ങൾക്ക് അവസാനം ചെയ്യാൻ പറ്റുന്നത് 3 മണിക്കാണ് നിങ്ങളുടെ എക്സാം, ലാസ്റ്റായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ സമയം. ആൻഡ് 90 ക്വസ്റ്റ്യൻസ് ജെഇ മെയിൻസിൻ്റെ അതേ നിലവാരത്തിൽ തന്നെ നമ്മൾ 3 മണിക്കൂർ വെച്ചുകൊണ്ടാണ് എഴുതുക. അപ്പോൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതൊന്ന് എഴുതി നോക്കണം. നിങ്ങൾ ബാക്കി ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ വേണം. എങ്ങനെ എഴുതണം നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ നമ്മുടെ പെയ്ഡ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഓൾറെഡി ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ആപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് PYQ നോക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റ് പോയിട്ട് നിങ്ങളുടെ കോഴ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ എൻഷുർ ചെയ്യണം. +2 സയൻസ് വിത്ത് നീറ്റ് ജെഇ എൻട്രൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നീറ്റ് ജെഇ എൻട്രൻസ് എന്നുള്ള ഒന്നിലേക്ക് നിങ്ങൾ കോഴ്സ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, ഇവിടെ എക്സാംസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ 2 ടെസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതുക. ഓക്കെ, ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് ഡൗൺലോഡ് ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് എഡ്യൂപോർട്ട് എന്ന് സെർച്ച് ചെയ്താൽ മതി. സോ ഇതെന്തായിരിക്കണം, ഇതൊരു പുനർവിചിന്തനത്തിൻ്റെ സമയമായിരിക്കണം. ആ ഒരു രീതിയിൽ തന്നെ ഇത് കാണുക. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് നിങ്ങൾ ഇത് എക്സാം എഴുതുക.